അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ ഭരണകൂടം തുടരുമ്പോഴും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾക്കായി അമേരിക്കൻ സർവകലാശാലകളുടെ വാതിലുകൾ തുറന്നിട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്കയ്ക്കെതിരെ ചൈന മുന്നോട്ട് വരുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നാടകീയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു വശത്ത് യുഎസിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയവും ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ തീരുവ എന്ന ആയുധം വെച്ച് പല രാജ്യങ്ങൾക്കിട്ടും പണി കൊടുക്കാനും പദ്ധതിയിടുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വാഷിംഗ്ടണും ബീജിംഗും വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം പങ്കിട്ടിട്ടുണ്ടെന്ന് അമേരിക്കൻ നേതാവ് ഊന്നിപ്പറഞ്ഞത്. ഇത് ചൈനീസ് പൗരന്മാർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ സെൻസിറ്റീവ് ഗവേഷണ മേഖലകളുമായോ ബന്ധമുള്ളവർക്കുള്ള വിസ ആക്രമണാത്മകമായി റദ്ദാക്കുക എന്ന തന്റെ ഭരണകൂടത്തിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള നാടകീയമായ മാറ്റത്തിന്റെ സൂചനയാണ്. അവരുടെ വിദ്യാർത്ഥികളെ അകത്തേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കും. ഇത് വളരെ പ്രധാനമാണ്. 6 ലക്ഷം വിദ്യാർത്ഥികൾ, ഇതും വളരെ പ്രധാനമാണ്. പക്ഷേ ഞങ്ങൾ ചൈനയുമായി യോജിച്ചു പോകാൻ പോകുന്നുവെന്നും ട്രംപ് ഓവൽ ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. എന്നിരുന്നാലും വാഷിംഗ്ടണിന് അപൂർവ ഭൗമകാന്തങ്ങൾ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബീജിംഗിനോട് മുന്നറിയിപ്പ് നൽകി. അല്ലെങ്കിൽ 200% തീരുവ നേരിടേണ്ടി വരും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ചൈനീസ് വിദ്യാർത്ഥികളെയും അവരെയും ബാധിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. താരിഫ്, അപൂർവ എർത്ത് സപ്ലൈസ്, യുഎസ് നിർമ്മിത അഡ്വാൻസ്ഡ് AI സെമി കണ്ടക്ടറുകൾ എന്നിവയിൽ പൊതുവായ നിലപാട് തേടുന്നതിനിടയിൽ ഇരു രാജ്യങ്ങളും ദുർബലമായ ഒരു ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള ഉയർന്ന വ്യാപാര ചർച്ചകൾക്കിടയിലാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നത്. ട്രംപിന്റെ പരാമർശങ്ങൾ ഉടൻ തന്നെ വിമർശനത്തിന് കാരണമായിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ കടുത്ത മേക്ക് അമേരിക്കൻ ഗ്രേറ്റ് അഗെയിൻ അനുയായികളിൽ നിന്ന് അവർ അദ്ദേഹത്തിന്റെ നീക്കത്തെ അമേരിക്ക ഫസ്റ്റ് അജണ്ടയോടുള്ള വഞ്ചനയാണെന്ന് മുദ്രകുത്തി. ചൈനീസ് വിദ്യാർത്ഥികളെ CCP ചാരന്മാർ എന്ന് മുദ്രകുത്തി ട്രംപിന്റെ തീരുമാനത്തെ മാഗ വിശ്വസ്ത ലോറ ലൂമർ വിമർശിക്കുകയും ചെയ്തു. എന്റെ രാജ്യത്തേക്ക് കൂടുതൽ മുസ്ലിങ്ങളെയും ചൈനക്കാരെയും ഇറക്കുമതി ചെയ്യുന്നതിന് ഞാൻ വോട്ട് ചെയ്യില്ല. ക്ഷമിക്കണം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ബാലപീഡനം നിയമവിധേയമാക്കിയിട്ടുള്ള ശരീഅത്ത് വൃത്തികെട്ട സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഈ കുടിയേറ്റക്കാർ അമേരിക്കയെ മഹത്തരമാക്കുന്നില്ല. ദയവായി അമേരിക്കയെ ചൈനയാക്കരുത്. മാഗയ്ക്ക് കൂടുതൽ കുടിയേറ്റക്കാരെ ആവശ്യമില്ല എന്ന് അവർ എക്സിൽ ഉദ്ധരിച്ചെഴുതി. ഏതെങ്കിലും ചൈനക്കാരനോ മുസ്ലിമോ എപ്പോഴാണ് അമേരിക്ക മഹത്തരമാക്കിയത് എന്ന് അവർ മറ്റൊരു പോസ്റ്റിൽ ചോദിച്ചു. ഇപ്പോൾ നമ്മൾ 6 ലക്ഷം CCP ചാരന്മാരെ ഇറക്കുമതി ചെയ്യുന്നു. അമേരിക്കൻ വിദ്യാർത്ഥികൾ സ്റ്റെമിലേക്ക് പോകുന്നതിന്റെ അർത്ഥം എന്താണെന്നും ലൂമർ കൂട്ടിച്ചേർത്തു. മറ്റൊരു ട്രംപ് പിന്തുണക്കാരിയായ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വനിത മാർജോറി ടൈലർ ഗ്രീനും ടീം ട്രംപിന്റെ നീക്കത്തെ എതിർത്തു. CCPയോട് വിശ്വസത പുലർത്തുന്ന 6 ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികളെ അമേരിക്കൻ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കാൻ നമ്മൾ അനുവദിക്കരുതെന്നും പറഞ്ഞു. ഈ ചൈനീസ് വിദ്യാർത്ഥികളെ നമ്മുടെ സ്കൂളുകളിൽ ചേരാൻ അനുവദിക്കാത്തത് അവരിൽ 15% പേർ പരാജയപ്പെടാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ എന്തായാലും പരാജയപ്പെടണം. കാരണം അവരെ CCP താങ്ങി നിർത്തുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ അമേരിക്കൻ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ ചൈനയിൽ നിന്നുള്ള 6 ലക്ഷം വിദ്യാർത്ഥികളെ അനുവദിക്കുന്നതെന്നും അവർ എക്സിൽ എഴുതി. പ്രസിഡന്റ് ട്രംപിന്റെ വൻ ചൈനീസ് നീക്കത്തെക്കുറിച്ച് ആഞ്ഞടിച്ചപ്പോൾ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് പ്രസിഡന്റിന്റെ നീക്കത്തെ ന്യായീകരിച്ചു. ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ ചൈനീസ് വിദ്യാർത്ഥികളെ അനുവദിക്കാത്തതിനാൽ അമേരിക്കയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 15% സർവകലാശാലകളും ബിസിനസ്സിൽ നിന്ന് പിന്മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് ട്രംപ് യുക്തിസഹമായ സാമ്പത്തിക വീക്ഷണമാണ് സ്വീകരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ മെയ് വിസ നയത്തിന് വ്യക്തമായ വിരുദ്ധമാണ്. അമേരിക്കയെ ഒന്നാമതെത്തിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഉദ്ദേശ്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരോ നിർണായക മേഖലകൾ പഠിക്കുന്നവരോ ഉൾപ്പെടെയുള്ള ചൈനീസ് വിദ്യാർത്ഥികൾക്കുള്ള വിസകൾ ആക്രമണാത്മകമായി റദ്ദാക്കുന്നതിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പ്രവർത്തിക്കും. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള എല്ലാ ഭാവി വിസ അപേക്ഷകളുടെയും സൂക്ഷ്മ പരിശോധന വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ വിസ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.